യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 10:7. താൻ ക്രിസ്തുവിനുള്ളവനെന്ന് ഒരുത്തൻ ഉറച്ചിരിക്കുന്നുവെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ എന്ന പോലെ ഞങ്ങളും ക്രിസ്തുവിനുള്ളവരെന്ന് അവൻ പിന്നെ നിരൂപിക്കും. ഇവിടെ വീണ്ടും വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്. ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിനുള്ളവർ, ഞങ്ങൾ ക്രിസ്തുവിനുള്ളവർ. ഇപ്പം നിങ്ങൾ ഒരുവൻ നിരൂപിക്കുക, നിങ്ങൾ ക്രിസ്തുവിനുള്ളവൻ എന്ന് നിരൂപിച്ചാൽ പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന താഴോട്ട് പറയുന്നു. യു ആർ ഫോർ ക്രൈസ്റ്റ്, യു ഹാവ് ടു സ്റ്റാൻഡ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിന് വേണ്ടി. ക്രിസ്തുവിനാൽ വീണ്ടും ജന്മം പ്രാപിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുവാ പിള്ളേരോട് ചോദിച്ചാൽ പറയാം, ഫ്രം ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്ന് പറയുന്ന പോലെ ക്രിസ്തുവിനാൽ വീണ്ടും ജനനം പ്രാപിച്ചിട്ട്, ക്രിസ്തുവിനാൽ ആ വീണ്ടും ജനനം പ്രാപിച്ച് ഈ ജീവിതം ആർക്കാ? രക്ഷിക്കപ്പെട്ട പിന്നുള്ള ജീവിതം ആർക്കാ? ക്രിസ്തുവിനുള്ളതാ. ഇറ്റ് ഈസ് ഫോർ ക്രൈസ്റ്റ്. അപ്പോൾ ക്രിസ്തുവിനുള്ളവർ, വീണ്ടും വീണ്ടും ഓർപ്പിക്കുക, ക്രിസ്തുവിനുള്ളവർ. നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15-ാമത്തെ വാക്യം. 1 Corinthians 15:23. ഓരോരുത്തരും താൻ തന്റെ നിലയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. ഇതെന്തിനെ പറ്റിയാണ് പറയുന്നത്? റിസറക്ഷൻ, പുനരുത്ഥാനം. പുനരുത്ഥാനത്തിൽ ആദ്യം ആരാ സ്വർഗത്തിലേക്ക് പോയത്? യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. സഭ പറയുന്ന പോലെ, അല്ലെങ്കിൽ പാരമ്പര്യ സഭകൾ പറഞ്ഞാൽ മറിയമൊന്നുമല്ല, പുണ്യാളന്മാർ അവർ മറിയമൊക്കെ ഉടലോട് പോയെന്നാണ് പറയുന്നത്. ഒന്നുമില്ല. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, സ്വർഗത്തിൽ നിന്ന് വന്നവനും സ്വർഗത്തിലേക്ക് തിരിച്ച് കയറി ചെന്നവനോ ഒരാളേ ഉള്ളൂ. അതാരാ? ക്രിസ്തു, യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആരെങ്കിലും അങ്ങനെ ഉടലോടുകൂടി പറയുന്നുണ്ടെങ്കിൽ ആ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം കാണിച്ചു കൊടുക്കണം, തിരുവചനത്തിനകത്ത് എഴുതി. അപ്പം ഒരാളെ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ ഇതുവരെ, ഒരാളെ റിസറക്റ്റഡ് ടു ഹെവൻ. ആരാ? ഈ റിസറക്ഷനിൽ ഓർഡറിൽ ആരാ ആദ്യം? ക്രിസ്തു. പിന്നെ അടുത്തതിനി ആരാ ഉയർത്തെഴുന്നേക്കാൻ പോകുന്നത്? അത് ഈ സൈലൻറ്റ് റാപ്ചർ തെളിയിക്കാനുള്ളൊരു വാക്യം കൂടാ. ഇപ്പോഴത്തെ ഈ പോസ്റ്റ് ട്രിബുലേഷൻ തിയോളജി അല്ലേ സഭ ഇവിടെ കാണുന്നൊക്കെ. അല്ല, ഈ ഉൾപ്രഭാവണം അല്ലെങ്കിൽ മധ്യാകാശത്തിലുള്ളൊരു വരവിനെ പറ്റി വിശ്വസിക്കാത്ത ന്യൂ ജനറേഷൻ സഭകളും ഇപ്പോഴത്തെ പുതിയ പഠിപ്പീരുകളും എല്ലാം ഇംഗ്ലീഷ് ബുക്സും ഇംഗ്ലീഷ് ചേർച്ചസിനെയൊക്കെ ഫോളോ ചെയ്തിട്ട് അവർ ഈ പുനർദാൻ അല്ലെങ്കിൽ സൈലൻറ്റ് റാപ്ചർ അതിനെപ്പറ്റി വിശ്വസിക്കുന്നില്ല. മധ്യാകാശത്തിൽ അതൊന്നും ഇല്ല, ആകാശമധ്യേ, അതൊക്കെ വേറെ കാര്യങ്ങളായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഇവിടെ വ്യക്തമായിട്ടല്ല എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ ശേഷിപ്പൊക്കെ ഉയർത്തെഴുന്നേക്കും, അല്ലെങ്കിൽ ബാക്കി യഹൂദന്മാരൊക്കെ കർത്താവ് ചേർക്കും. അത് കർത്താവ് വീണ്ടും പ്രത്യക്ഷ വരവുണ്ട്. അതിന് മുമ്പ് ഈ രഹസ്യ വരവിനെയും കൂടി തെളിയിക്കുന്നതാണ് ആദ്യമാരാ? ക്രിസ്തു. പിന്നെ ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയാകാൻ പോകുന്ന അവർ. ഒരു ചെറിയ ശേഷിപ്പ്, സ്മോൾ റെമനൻറ്റ്, അവരാണ് കണ്ണടച്ച് തുടക്കുന്നതിന് മുമ്പിൽ എന്ത് ചെയ്യും? യേശുവിനോടുകൂടി ഈ പോകുന്ന വഴിക്ക് ഈ ക്ഷീണിക്കുന്ന കൂനിപ്പോകുന്ന ഇച്ചൂടൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ എഴുന്നേക്കുന്നത്. ഇച്ചൂടൊക്കെ ഇപ്പോഴേ പലർക്കും താഴെ ഇരിക്കാൻ പറ്റത്തില്ല. കസേരയൊക്കെ ഞാൻ കുറച്ചതാണ്, പിന്നെ 10 കസേരയും കൂടി വാങ്ങിച്ചു. എന്ത് ചെയ്യാനാണ്? ഇപ്പം ആരും മുട്ടൊന്നും മടങ്ങുന്നില്ലല്ലോ ആരുടെ. അപ്പോൾ ഇനി ഇച്ചൂടൊക്കെ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ? ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കണമെങ്കിൽ കുനിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ പതുക്കെ വേണം നമ്മുടെ നടുവ് ഉയരാൻ. ഇപ്പോൾ കുറച്ചൊക്കെ നടുവ് നൂരുന്നുണ്ട്, ഇച്ചിരി കഴിഞ്ഞിട്ട് നടുവ് നൂരാൻ പോലും ഇച്ചിരി ടൈം. ഈ ബലഹീന ശരീരമെല്ലാം വിട്ടിട്ട് കണ്ണടച്ച് തുറന്ന് കർത്താവിനോട് ചേരുമ്പോൾ കർത്താവിനെ പോലെ ക്ഷീണമില്ലാത്ത, മർത്യതയില്ലാത്ത, ഫുൾ തേജസ്, ദൈവത്തെ പോലൊരു ശരീരം, ദൈവത്തെ പോലായിത്തീരും ഇല്ലേ? ദൈവത്തെ പോലൊരു ശരീരം, അതാണ് നമ്മുടെ പ്രത്യാശ. അത് പ്രാപിക്കണമെങ്കിൽ അതിനാണ് ജയിക്കണം, ശുദ്ധീകരണം പ്രാപിക്കണം. ജയിക്കുന്നവർ മാത്രമേ, കർത്താവിനോടുകൂടി കഷ്ടം സഹിക്കുന്നവർക്ക് മാത്രമേ കൂട്ടവകാശം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ പ്രോസസ്സിൽ കൂടി കടന്നു പോയാൽ മാത്രമേ എടുക്കപ്പെടത്തുള്ളൂ. എടുക്കപ്പെടുന്നവരെല്ലാം എന്ത് ചെയ്യും? ഈ രഹസ്യവരവിൽ എടുക്കപ്പെടുന്നവരെല്ലാം എന്ത് ചെയ്യും? സ്വർഗീയ ശരീരം, ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ കാണത്തുള്ളൂ. അപ്പം ആദ്യം ക്രിസ്തു, പിന്നെ എന്തോ ഇവിടെ എഴുതി ഈ വാക്യത്തിലും കൊരിന്ത്യ ലേഖനത്തിൽ ക്രിസ്തുവിനോട് ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ തന്നെ 1 കൊരിന്ത്യയിലും എഴുതിയിട്ടുണ്ട്, ദോസ് ഹു ആർ ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിനുള്ളവർ. വീണ്ടും 2 തിമോത്തിയോസ് 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. 2 Timothy chapter 2:19. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവരെല്ലാം അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര. അവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? കർത്താവ് തനിക്കുള്ളവരെ. അപ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ 1 കൊരിന്ത്യയിലും 2 കൊരിന്ത്യയിലും ഇവിടെ 2 തിമോത്തിയോസ് ഇവിടെ എഴുതിയിരിക്കുന്നത് കർത്താവിന് തനിക്കുള്ളവരെ അറിയാം. പെന്തിക്കോസുകാരെ അറിയാം എന്നല്ല എഴുതിയിരിക്കുന്നത്, സ്നാനപ്പെട്ടവരെ അറിയാം എന്നല്ല എഴുതിയിരിക്കുന്നത്, തനിക്കുള്ളവരെ, ക്രിസ്തുവിനുള്ളവർ
തനിക്കുള്ളവർ, അത് വീണ്ടും വീണ്ടും ഇവിടും എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിനുള്ളവർ. നമ്മളിപ്പോൾ ഈ വായിച്ച 7ാമത്തെ വാക്യത്തിൽ അപ്പോൾ ഇവിടെ എല്ലാം ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് കർത്താവിനോട് ഒരു സംഭാഷണമാണല്ലോ. എന്നെ വിളിച്ചിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഈ വിളിയുടെ ശ്രേഷ്ഠത അനുസരിച്ചാണ് പോരാട്ടം. നമ്മളോട് പോരാട്ടം കൂടുതലുള്ളതിൻ്റെ കാരണം എന്നാ? നമ്മൾ ആർക്കുള്ളവരാ? ഇന്ന സഭക്കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഭക്കാർ തമ്മിൽ മത്സരം ഉണ്ടാകത്തേ ഉള്ളൂ. എല്ലാ സഭയിലും ഉണ്ട് ഒരു ചെറിയ ശേഷിപ്പ്. കർത്താവിന് വേണ്ടി വിശുദ്ധിയോട് ജീവിക്കുന്നവർ, ക്രിസ്തുവിനുള്ളവർ. യേശു കർത്താവ് പറയുന്ന ഒരു കാര്യം, തനിക്കറിയാം തനിക്കുള്ളവരെ. ക്രിസ്തുവിനുള്ളവർ ആരൊക്കെയാ എന്ന് മുൻനിയമിക്കപ്പെട്ടിരിക്കുക. നമ്മൾ നോക്കുമ്പോൾ പൊതുവെ എല്ലാവരും വെള്ള വസ്ത്രമൊക്കെ ധരിച്ച്, അയ്യോ ഇപ്പം അങ്ങനെ ഇല്ലല്ലോ, ഇല്ലേ, ഓക്കെ, എന്തുമായാലും പണ്ടങ്ങനെ ആയിരുന്നു. അപ്പം വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ആരാധനയ്ക്കൊക്കെ വരുന്ന ഒരു രീതിയുണ്ട്. അപ്പം പുറമേ നോക്കുമ്പോൾ എല്ലാം വിശ്വാസികളാണെന്നൊക്കെ തോന്നും. പക്ഷേ ക്രിസ്തുവിനറിയാം ആരാണ് ക്രിസ്തുവിനുള്ളവർ. അപ്പോൾ ഇവിടെ ഒരു പദം നമ്മൾ കണ്ടു, തനിക്കുള്ളവർ, ക്രിസ്തുവിനുള്ളവർ. ഞാൻ 8ാമത്തെ വാക്യം വായിച്ചാൽ തിരിച്ച് നമ്മുടെ ലേഖനത്തിലേക്ക് 8ാമത്തെ വാക്യം. നമ്മൾ 1ാമത്തെ വാക്യത്തെ തൊട്ട് വായിച്ചു. ഞാൻ ചിലരോടൊക്കെ പറയുക, നിങ്ങളെ ദേഷ്യപ്പെടുന്നതല്ല, നിങ്ങളോട് ഞാൻ ജഡികമായിട്ട് ഇടപെടുവല്ല. വളരെ മാറിയാലേ പറ്റൂ, മാറാതെ രക്ഷയില്ല. ഇവിടെ ആരാധിക്കണമെങ്കിൽ അല്ലെങ്കിൽ സഭയിൽ കൂടി അന്നൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. സഭയിൽ കൂടി ചേരണമെങ്കിൽ രൂപാന്തരം പ്രാപിച്ചാലേ പറ്റൂ, അല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് കൂടിയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പൗലോസ് ശക്തമായിട്ട് പറയുമ്പോൾ, ഞാൻ പറഞ്ഞില്ല, 1 കൊരിന്ത്യർ നമ്മൾ കണ്ട ചിലരെയൊക്കെ സഭയിൽ നിന്ന് പുറത്ത് അല്ലെങ്കിൽ സഭയിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കത്തില്ല. എല്ലാത്തിനെയും വെച്ചുകൊണ്ടിരിക്കല്ല. രൂപാന്തരത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തുവാ? കർത്താവ് പറയുന്നതനുസരിച്ച് ആ രൂപാന്തരത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പണിത് കൊണ്ടുവരിക. അങ്ങനെ ആ വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും സഭയായിട്ടും കർത്താവ് നമ്മളെ ശുദ്ധീകരണത്തിന്, സ്വർഗത്തിന് യോഗ്യരായിട്ട് പണിയുന്നത്. അപ്പോൾ ഇങ്ങനെ ശക്തമായിട്ട് പറയുമ്പോൾ ഒരു ചട്ടമ്പിയെ പോലെ അല്ലെങ്കിൽ ഒരു ജഡികമായിട്ട് ഡീൽ ചെയ്യുന്നു, അതിന് സ്ട്രിക്റ്റായിട്ട് പറയുന്നു, കർശനമായിട്ട് പറയുന്നു. അതങ്ങോട്ട് ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം ഇവിടും പറയുക, നിങ്ങൾ ഇടിച്ച് കളയാനല്ല, നിങ്ങൾ നശിച്ചു പോകാനല്ല, നിങ്ങൾ സഭയിൽ നിന്ന് കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടെ കൊരിന്ത്യ സഭ അന്നൊരു സഭയെ ആ ദേശത്തുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇവിടും ചാടി അപ്പുറത്ത് പോകാം, അപ്പുറത്തും ചാടി ഇപ്പുറത്ത് പോകാം. പക്ഷേ അന്ന് ഒരു കൊരിന്ത്യ ദേശത്ത് ഒരു സഭയേ ഉള്ളൂ ദൈവത്തെ ആരാധിക്കുന്നത്, ആദ്യ കാലഘട്ടമല്ലേ. അപ്പം സഭയിൽ നിന്ന് കളഞ്ഞാൽ പിന്നെ അവൻ്റെ ഗതികേട് എന്തുവാ, സ്ഥിതി എന്തുവാ? അവൻ കൃപയിൽ നിന്നേ, പിന്നെ അവൻ ആരാധനയില്ല, കൃപയിൽ നിന്നേ പോയി. അതുകൊണ്ടല്ലേ അന്ന് പറഞ്ഞത്, ആ വ്യക്തിയെ ഇത്രയും നാൾ നിങ്ങൾ മാറ്റി നിർത്തി, ഇനി എന്ത് ചെയ്യുക? സ്തോത്രം, സ്നേഹത്തോടുകൂടി നിങ്ങൾ വിളിക്കുക. അത് ചിലപ്പം ഈ 1 കൊരിന്ത്യർ 5 ആ വ്യക്തി തന്നെ ആയിരിക്കും. എന്തുവായാലും അതും പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ, ഇതൊന്നും നമുക്കൊരു കാര്യം തോന്നി, നമുക്കൊരു പിണക്കം തോന്നി, പുറത്തു കള, നമുക്കൊരു ഇഷ്ടം തോന്നി, അതൊന്നുമല്ല. ഇതെല്ലാം സഭ ആരുടെയാ? കർത്താവിൻ്റെ സഭ. അപ്പം പരിശുദ്ധാത്മാവിനാൽ ചേർന്ന് പോകാതെ വരുമ്പോൾ, സ്ട്രിക്റ്റായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന, നിങ്ങളെ ഇടിച്ച് കളയുവാനല്ല, നിങ്ങളെ കുറ്റപ്പെടുത്തുവാനല്ല, നിങ്ങളെ ആത്മീയമായിട്ട് നിങ്ങൾക്ക് ബലമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ കൊച്ചാക്കാനല്ല. പക്ഷേ ഇറ്റ് ഈസ് ഫോർ യുവർ എഡിഫിക്കേഷൻ. നിങ്ങളെ എന്ത് ചെയ്യാനാ? ശുദ്ധീകരണം, പണിയുവാൻ. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ആ ശുദ്ധീകരണ പ്രക്രിയക്ക് ഇവിടെ എന്തുവാ പറയുന്നത്? പണിയാണ് പറയുന്നത്. ഓരോ കട്ട മേളിൽ കെട്ടി പണിയുന്നത് പോലെ ഓരോ കട്ട കെട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്ലമറ്റ് അല്ലേ, തൂക്കുകട്ട നോക്കി. ഞാൻ പണ്ടൊന്നും നിങ്ങളോട് പറഞ്ഞാന്ന് തോന്നുന്നു, ഞങ്ങൾ വീടിൻ്റെ മേളിലൊരു പ്രെയർ ഹോൾ പണിത, ഞാനും പപ്പയും കൂടെ. ഞങ്ങൾ പാലം പണിതിട്ടുണ്ട്, ചെറിയ പാലമൊക്കെ റോട്ടിൽ നിന്ന് ഞങ്ങൾ വീടിൻ്റെ തൊട്ട് പണിതു. പാലം ഒരു സസ്പെൻഷനും ഇല്ലാതെ നിൽക്കും, ഇന്നും ആ പാലം നിൽപ്പുണ്ട് എംസ് റോട്ടിൽ, അത് തന്നെ പണിതു. അപ്പം ഞങ്ങളൊരു നില അങ്ങ് പണിതു. ആ നിലയും ഇപ്പം നന്നായിട്ട് നിൽപ്പുണ്ട്, കുഴപ്പമില്ല. പക്ഷെ പണിത് തുടങ്ങിയപ്പം ഞങ്ങൾ വിചാരിച്ച ഞങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ലെവലുണ്ട്, ഈ ചെറുതല്ല, ഇത്രയും നീളമുള്ള ലെവലുണ്ട്. ആ ലെവൽ സ്പിരിറ്റ് ലെവൽ എന്ന് പറയും, ആ ലെവൽ മതിയല്ലോ. അപ്പം ഞങ്ങൾ ഓരോ പ്രാവശ്യം പണിത് ഒരു റൗണ്ട് കഴിഞ്ഞ് അടുത്ത കട്ട വരുമ്പോൾ ഞങ്ങൾ ഈ താഴത്തെ കട്ടയുമായിട്ട് ഞങ്ങൾ നോക്കി ലെവൽ. പിന്നെ ഒരു കട്ടയും കൂടി വരുമ്പോൾ അത്രേ പറ്റത്തുള്ളൂ, ഒരു 3 കട്ടയുടെ 2 കട്ട താഴോട്ട് നമുക്ക് നോക്കാൻ പറ്റും, അത്രയും നീളേ ഉള്ളൂ ആ ലെവൽ. പിന്നെ ഞങ്ങളൊരു കമ്പൊക്കെ വെച്ച് നോക്കി, ആ ലെവൽ കമ്പയിലൊക്കെ വെച്ച് നോക്കി. പക്ഷേ ഒരു 6 or 7 ലൈൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ചരിവുണ്ട്. ഞങ്ങൾ പിന്നെ ഒരു പണി ചെയ്തു, അന്ന് തന്നെ കെട്ടിയതാണ്, പച്ച സിമെൻറ്റാണ്. ഞങ്ങൾ തെള്ളി നോക്കി, ഞാനും പപ്പയും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ചെറിയ ലെവൽ വ്യത്യാസം ഞങ്ങൾ തെള്ളി നോക്കി, എവിടെ റെഡിയാകാൻ ഞങ്ങൾ അഴിച്ചു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, കടയിൽ പോയി. അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ടൊരു തൂക്കം. ഇത്രയും നാൾ ഞങ്ങൾ പണ്ട് തൊട്ട് പണിയെന്ന് പറയാം, സിമെൻറ്റ് അത്യാവശ്യം പ്ലാസ്റ്റിംഗ് ഒക്കെ ചെയ്യും, പക്ഷേ ഇങ്ങനെ ആദ്യം തൊട്ട് പണിയേണ്ട വന്നിട്ടില്ലല്ലോ. പിന്നെ ഞങ്ങൾ പോയി എന്ത് ചെയ്തു, ഒരു തൂക്കട്ട പഠിച്ചു. അന്ന് ഞങ്ങൾ മനസ്സിലാക്കി, ഓരോ കട്ട കയറിപ്പോകുമ്പോൾ അതിൻ്റെ 12ാമത്തെ 10 അടിയാണല്ലോ ഒരു നില, അതിൻ്റെ 8 ഇഞ്ചാണ് ഒരു കട്ട. 12ാമത്തെയോ 13ാമത്തെയോ 14ാമത്തെയോ കട്ട പോകുമ്പോഴും
ആ ഓരോ കട്ട താഴത്തെ കട്ടയുമായിട്ട് നോക്കണം. ഓരോ കട്ട അഞ്ചാമത്തെ ഇടയ്ക്കുമായിട്ട് നോക്കിയാൽ പോരാ, അതിനാണ് ആ പ്ലമറ്റിന് നീളമുള്ളത്. താഴത്തെ കട്ടയുമായിട്ട് നോക്കണം എന്ന് മനസ്സിലായി. അങ്ങനെയാണ് കർത്താവ് നമ്മളെ പണിയുന്നത്, ഇല്ലേ? ആ താഴത്തെ കട്ട ആരാ ദൈവമക്കളെ? മൂലക്കല്ല ആരാ? പിന്നെ നമ്മുടെ നീതീകരണം, നമ്മുടെ എക്സ്ക്യൂസസ് വല്ലതും നടക്കുമോ? ഒരു എക്സ്ക്യൂസും പറ്റത്തില്ല. യേശുവിനെ പോലായിത്തീരണം, യേശുവിനെ പോലായിത്തീരണം. തീരാതെ മാറാതെ രൂപാന്തരം പ്രാപിക്കാതെ പുതിയ തീരുമാനങ്ങൾ എടുക്കാതെ ക്രമീകരണം പ്രാപിക്കാതെ വേറെ രക്ഷയില്ല. സ്വർഗത്തിൽ പോകണോ? വേണേ മതി. യേശു കർത്താവും പറയുന്നതാ, വേണേ മതി. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഓരോ പൗലോസും ചോദിക്കുന്നുണ്ട്, മനസ്സുണ്ടോ? നിങ്ങൾ ശരിക്കും വീണ്ടും ജനനം പ്രാപിച്ചതാണെങ്കിൽ. പണ്ടൊക്കെ ദേവദാസന്മാർ ചോദിക്കുമായിരുന്നു, സ്നാനപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞ ആൾക്കാർ, നീ ശരിക്കും വീണ്ടും ജനം രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കുമായിരുന്നു. ഇന്നൊന്നും അത് ചോദിക്കാൻ, അയ്യോ ആ വ്യക്തിന് സഭയിൽ നിന്ന് പോകുമല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കാറില്ല. പക്ഷേ അങ്ങനെ ചോദിക്കണം. ശരിക്കും വീണ്ടും ജനം പ്രാപിച്ചല്ലെങ്കിൽ ഒന്നുകൂടി വീണ്ടും ജനം പ്രാപിക്കണം. എന്തുവാ വീണ്ടും ജനം എന്ന് ആ വ്യക്തി എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കണം. ഇന്ന് വീണ്ടും ജനം പ്രാപിക്കാത്ത ഒരു 80% ഈ കോളത്തിൻ്റെ അകത്തുണ്ട്. ശരിക്കും വീണ്ടും ജനം ആരോ പറഞ്ഞു സ്നാനപ്പെടാൻ, അങ്ങ് സ്നാനപ്പെട്ടത് ഒത്തിരി ഉണ്ട്. ഇനി കുഴപ്പമില്ല, സ്നാനപ്പെട്ട് കഴിഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? ശരിക്കും ഒന്ന് വീണ്ടും ജനം പ്രാപിക്കണം. അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളെ ഇടിച്ചു കളയുവാനല്ല പണിയുവാനാ. ഞാൻ പറഞ്ഞല്ലോ, കൊരിന്ത്യർ ലേഖനത്തിൽ ഓർപ്പിക്കുന്ന പോലെ, ഒരു വ്യക്തി ക്രിസ്തുവിലായെങ്കിൽ അവൻ എന്തുവാ? പുതിയ സൃഷ്ടി. ഈസ് എ ന്യൂ ക്രിയേഷൻ. ഓൾ ദി ഓൾഡ് ഇസ് ഗോൺ അവേ. പഴയതെല്ലാം എന്ത് ചെയ്യണം? പഴയ സ്വഭാവം എല്ലാം 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 എന്നല്ലേ? കുറച്ച് വെച്ചേക്കാമോ? കുറച്ചിരുന്നോട്ടെ, അതിലെ പിന്നെ എങ്ങനെ ഒരു സ്ട്രോങ് നമ്മുടെ ആ വ്യക്തിത്വത്തിൽ സ്ട്രോങ് ആകണ്ട, ആത്മാവിൽ സ്ട്രോങ് ആയാൽ മതി. പ്രൈസ്. അപ്പോൾ പഴയതെല്ലാം പോയാലേ പറ്റൂ. ഇനി അടുത്ത വാക്യം, 9ാമത്തെ വാക്യം. ഞാൻ ലേഖനങ്ങളെ കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുന്നു എന്ന് തോന്നരുത്. ഞാൻ ലേഖനത്തെ കൊണ്ട് നിങ്ങളെ. അപ്പം ശരിക്കും പൗലോസിൻ്റെ ലേഖനം എന്തുവായിരുന്നു? പേടിപ്പിക്കുന്നത് ആയിരുന്നു. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ന്യായവിധി വരും, ജഡ്ജ്മെൻറ്റ്. അത് പ്രസംഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞു, ആരെയും കുറ്റം പറയല്ല, ആരെയും ആരെയും വിധിക്കല്ല. ഈ ആരെയും വിധിക്കല്ല എന്നുള്ള വാക്യം എന്തിനാണെന്നറിയാം? ആരെയും ഉപദേശിക്കല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ആൾക്കാരെ ബ്ലെയിം ചെയ്തുകൊണ്ട് അടക്കല്ലെന്ന്. അത് ഉപദേശിക്കുവാൻ ദൈവം വിളിച്ചിരിക്കുന്നവരെന്ത് ചെയ്യും? ഉപദേശിക്കും. ഉപദേശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? സഹോദര സഹോദരി, നീ ചെയ്യുന്നത് തെറ്റാ, വചനപ്രകാരം ഇങ്ങനെ ആകണം, ഞാനും നീയും ഇങ്ങനെ ആകണം. അതിൻ്റെ അർത്ഥം വിധിക്കുക എന്നല്ല. ഇപ്പം പൊതുവേ ഒരു പുതിയ രീതിയാണ്, ആരെയും വിധിക്കില്ല. അപ്പോൾ ദൈവദാസന്മാർ ഇത് അങ്ങോട്ട് വിശ്വാസികൾ ഇത് പറഞ്ഞ് പേടിപ്പിച്ച് കഴിഞ്ഞാൽ ദൈവദാസന്മാർ പിന്നെ ഉപദേശം കുറയ്ക്കും, ഉപദേശം ഇല്ലാതാക്കും. എല്ലാ ഉപദേശത്തിൻ്റെ അകത്ത് എന്തുണ്ട്? രൂപാന്തരം പറഞ്ഞാലേ പറ്റൂ. ദൈവദാസന്മാർക്കുള്ള ലേഖനമാണല്ലോ തിമോത്തിയോസിൻ്റെയും തീത്തോസിൻ്റെയും ലേഖനം. അതിന് എന്തു എഴുതിക്കുന്ന? സകല ദീർഘക്ഷമയോടുകൂടി ഉപദേശിക്കുക, ശാസിക്കുക, തർജ്ജനം ചെയ്യുക. ഇത് ദൈവവചനത്തിൻ്റെ പ്രമാണമാണ്. ഉപദേശമുണ്ട് ദൈവമക്കളെ. അപ്പോൾ പണ്ടൊക്കെ ദൈവദാസന്മാർ, ആത്മീയരായ ദൈവദാസന്മാർ ന്യായവിധിയെപ്പറ്റി പറയും. കർത്താവ് പറഞ്ഞതുപോലെ പോയില്ലേ ശിക്ഷ വരും. അതുകൊണ്ട് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? തീരുമാനം. അപ്പം ഇങ്ങനെ പറയുമ്പോൾ അത് വിശ്വാസികൾക്ക് എന്തായിട്ടാണ് തോന്നിക്കുന്നത്? പേടിപ്പിക്കുക. അങ്ങനെ പറഞ്ഞു പലരും. ഈ ഫീഡ്ബാക്ക് എല്ലാം ജനങ്ങളുടെ കയ്യിൽ നിന്നും ആത്മാവിൽ കൂടും ഒക്കെ ആർക്ക് കിട്ടുന്നുണ്ട്? ഇതിനെല്ലാം ക്ലാരിറ്റിയിലുള്ള റിപ്ലൈയാണ്. പരിശുദ്ധാത്മാവിൽ ഡിസേൺ ചെയ്തും തനിക്ക് കിട്ടുന്ന റിപ്പോർട്ടും അനുസരിച്ചാണ്. ഈ പരീശന്മാരും ന്യായശാസ്ത്രിമാരൊക്കെ ഉള്ളിൽ ഓരോന്ന് ചിന്തിച്ച നിരൂപണങ്ങൾ പോലും യേശു എന്ത് ചെയ്തു? വിളിച്ചങ്ങ് പറഞ്ഞു. അവർ ഉള്ളിൽ ചിന്തിച്ചതേ ഉള്ളൂ. ഇവൻ ആരാ പറയാമെന്നോ, ഇവനാ അത് അതിൻ്റെ ഉത്തരം എന്ത് ചെയ്തു? കർത്താവ് അങ്ങ് പറഞ്ഞു. അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. യേശുവിലുള്ള അതേ ആത്മാവല്ലേ നമ്മളിലും പകർന്നിരിക്കണം. ഓരോ കാര്യങ്ങൾ അങ്ങനെ വിവേചിച്ച് സംസാരിക്കുമ്പോൾ അവരെന്തുവാ പറയുന്നത്? പേടിപ്പിക്കുവല്ല. പൗലോസിൻ്റെ ഒരു തീരുമാനമാണ് ദൈവസന്നിധിയിൽ. അതിനി അഥേനിയയിലെ താൻ കണ്ട ലോകത്തിലെ ജ്ഞാനികളാണേലും, അതിനി അഗ്രിപ്പ രാജാവാണേലും ഫെസ്റ്റോസ് രാജാവാണെങ്കിലും ആരാണെങ്കിലും കോടതിയിൽ തന്നെ വിസ്തരിക്കുവാണെങ്കിലും തനിക്കൊരു വിഷയമല്ല. പത്രോസിനോട് ചോദിച്ചാലും താൻ പറയും അതിനി ഹല്ലേലൂയ കാരാഗ്രഹ പ്രമാണിയാണെങ്കിലും അവർക്കാർക്കും അഭിഷക്തന്മാർക്ക് അതൊരു വിഷയമല്ല. കർത്താവ് പറഞ്ഞത് എന്ത് ചെയ്യും? പേടിപ്പിക്കാനൊന്നുമല്ല, അത് കൃപയോടുകൂടി അങ്ങ് പറയും. ഇതിവിടെ 9ാമത്തെ വാക്യങ്ങൾ പേടിപ്പിക്കുക, 10ാമത്തെ വാക്യങ്ങൾ വേറെ 2 പദം ഉപയോഗിച്ചിരിക്കുന്നു. ഘനവും ഊറ്റവും ഉള്ളത്. അപ്പോൾ ഈ ലേഖനം എന്തുവാ? നേരത്തെ നമ്മൾ കണ്ടു പേടിപ്പിക്കുന്നത്. ഇംഗ്ലീഷിൽ 9ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ടെറിഫൈങ്, ശരിക്കും ഭയപ്പെടുത്തുന്നത്, ടെറിഫൈങ്. 10ാമത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്നു ഹിസ് എപ്പിസൽസ് ആർ വെയ്റ്റി ആൻഡ് പവർഫുൾ. അതിന് ആഴമുണ്ട്, കഴമ്പുണ്ട്, ഇല്ലേ?
അതിൻ്റെ അകത്ത് മെസ്സേജുണ്ട്, അതിൻ്റെ അകത്ത് രൂപാന്തരപ്പെടുത്തുന്നതാണ്. അനുസരിച്ചാൽ അനുഗ്രഹം, അനുസരിച്ചില്ലെങ്കിൽ അതിനെ നിന്ദിച്ചാൽ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞാൽ ശിക്ഷാവധി. അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ ആ വചനം, ആ ലേഖനങ്ങൾ, ആ എഴുതുന്ന ഓരോ ഉപദേശവും ആത്മാവിൽ കർത്താവിൻ്റെ മേശ നമ്മൾ കൂടുമ്പോൾ നമ്മൾ വായിക്കുന്ന ഭാഗം താൻ എന്തോ എഴുതിയിരിക്കുന്നത്, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വ്യക്തതയാണ്. അതൊരു ക്ലാരിറ്റിയാണ്. അത് ദൈവത്തിൻ്റെ വചനമാണ്. അത് വചനത്തിൽ അത് അങ്ങനെ തന്നെ ആയതുകൊണ്ട് വചനത്തിൽ അത് ചേർത്തിട്ടുണ്ട്. അപ്പം ഹിസ് എപ്പിസോഡ്സ് ആർ 9-ാമത്തെ വാക്യത്തിൽ ടെറിഫൈങ്, ഇല്ലേ, ഭയപ്പെടുത്തുന്നത്, പിന്നെ ഖനമുള്ളത്, പവർഫുൾ ആൻഡ് വെയിറ്റി, അത് അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. താൻ ശരീരം കൊണ്ടല്ല പവർഫുൾ, തൻ്റെ വ്യക്തിത്വത്തിലല്ല താൻ പേടിപ്പിക്കുന്നത്, തൻ്റെ ലേഖനം പരിശുദ്ധാത്മാവിൽ കർത്താവ് പറയുന്ന മെസ്സേജ് അതുപോലെ താനൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈസ് ജസ്റ്റ് എ മെസ്സഞ്ചർ. ഒരു പോസ്റ്റ്മാൻ എനിക്ക് കൊണ്ടു തരുന്ന എഴുത്ത് ആരെങ്കിലും എനിക്കിപ്പോൾ എനിക്കൊരു എഴുത്ത് എഴുതി, ആ എഴുത്ത് പോസ്റ്റ്മാനെ തുറന്നിട്ട് ഇച്ചിരി താൻ ചേർത്തിട്ടാണോ എഴുതുന്നത്? ചില ലൈനൊക്കെ കട്ട് ചെയ്ത് ഇച്ചിരി ചേർത്തിട്ടാണോ എനിക്ക് കൊണ്ടു തരുന്നത്? അല്ലല്ലോ. അവിടെ നിന്ന് കളക്ട് ചെയ്യുക. അതിങ്ങനെ പല പ്രോസസ്സ് പോയി ഇവിടെ വന്ന് RMS കയറി ട്രെയിനിൽ വന്നു, ഇവിടെ ബസ്സിൽ വന്നു, പിന്നെ പാലാരിവട്ടത്ത് അവിടെ ചാക്കിൻ്റെ അകത്ത് അത് രാവിലെ 4 മണിക്ക് കൊണ്ടിട്ടു. അവിടുത്തെ പോസ്റ്റ് ഓഫീസർ അവിടെ എല്ലാം ചെയ്ത് അവർ രാവിലെ 8 മണിക്ക് തൊട്ട് തുടങ്ങും. സോർട്ട് ചെയ്ത് 9 മണിയാകുമ്പോൾ പോസ്റ്റ്മാൻ ഇറങ്ങും. അപ്പോൾ ഇതെന്തു ചെയ്യുന്നത്? അവിടെ നിന്ന് കളക്ട് ചെയ്തത് ഇവിടെ കൊണ്ടുവന്ന് തരുന്നു. അത്രയോ. ഒരു ദൈവദാസൻ്റെയോ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പ്രബോധനം പറയുമ്പോൾ ഓർത്തോണം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് മാത്രം അതുപോലെ അങ്ങോട്ട് കൃപയിൽ കൊടുത്താൽ അത് സഭയെ രൂപാന്തരപ്പെടുത്തും. ഇതാദ്യം പറയുന്ന ആളെ രൂപാന്തരപ്പെടുത്തും, പിന്നെ എന്തു ചെയ്യും? കേൾക്കുന്ന ആരെ നമ്മളെല്ലാവരും പണിയും. അത് ഒരു വചനം അടുത്ത വചനത്തോട് ചേർന്ന് പോകും. അത് ഇത് കാര്യം ഇതെല്ലാം പല ആത്മാവിനാലല്ല, ഇതെല്ലാം ഒരാത്മാവിനാലാണ്, പരിശുദ്ധാത്മാവിനാലാണ്. അത് ഈ ഒരാഴ്ച നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് അതിൻ്റെ അകത്ത് കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 9-ഉം 10-ലും എഴുതിയിട്ടുണ്ട്, തൻ്റെ എഴുത്ത് ലേഖനം വളരെ ശക്തിയുള്ളത്. അതാരും തെറ്റിദ്ധരിക്കല്ല. നമ്മൾ നേരത്തെ വായിച്ചില്ലേ 8-ാമത്തെ വാക്യത്തിൽ, ഇതാരെയും നശിപ്പിക്കാനല്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല, ആരെയും കൊച്ചാക്കാനല്ല. ചിലർ പറയും എപ്പോഴും ഈ കുറ്റം പറയാനേ ഉള്ളൂ ഭാഷണ സമയം, എപ്പോഴും ഈ കുറവുകൾ പറയാനേ ഉള്ളൂ സമയം, എപ്പോഴും രൂപാന്തരം. നമ്മൾ കുഞ്ഞുങ്ങളോട് തന്നെ രാവിലെ എഴുന്നേൽക്കുക, രാവിലെ അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, ചിട്ട. കുഞ്ഞുങ്ങളാകപ്പാട് എന്ത് ചെയ്യും? അങ്ങ് പിരിയളകും ഇല്ലേ? എൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി. ഞാൻ 18 വയസ്സ് കഴിഞ്ഞിട്ട് വല്ല ഹോസ്റ്റലിൽ പോയി താമസിക്കുമെന്ന് അവർ പറയും. കാര്യം അവർ നോക്കുന്നുണ്ട് ഇവിടെ 3-5-6 പേര് മേളിൽ താമസിക്കുന്നുണ്ട്, അവർക്ക് വൈഫൈ ഒക്കെ ഉണ്ട്. അവർ നോക്കുമ്പോൾ എഴുന്നേറ്റാലായി. ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ ഇവിടെ ചിരിക്കുന്നുണ്ട്. വേറൊന്നും അല്ല, ഇപ്പം മേളിൽ എഴുന്നേക്കാം. അവർ നോക്കിയപ്പോൾ പിള്ളേരൊക്കെ അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അവിടെ കിടന്നുകൊണ്ട് പല്ല് തേച്ചില്ലേലും കുഴപ്പമില്ല, കുളിച്ചില്ലേലും കുഴപ്പമില്ല, അവിടെ ഫോണിൽ കുറേ നേരം കിടക്കുന്നു, രാത്രിയിലും കിടക്കുന്നു, 1 മണിക്കും ഫോണില്ല, 2 മണിക്കും ഫോണില്ല. എന്തൊരു സന്തോഷം! ഒരു കുഴപ്പം, ആരും ഇതൊന്നും ഓഫ് ചെയ്യാനും പറയുന്നില്ല. ജോലിക്ക് മൂടുണ്ടേപ്പാം, പഠിക്കാൻ മൂടുണ്ടേപ്പാം, ഇല്ലേലും ഒരു കുഴപ്പമില്ല. ഇപ്പോഴേ പിള്ളേർ പറഞ്ഞു പഠിക്കാം. വീട്ടിൽ എന്നാ കാര്യം? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങും, ഇത് ചെയ്യ്. രാത്രി 10 ആകുമ്പോൾ 15 നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യും, കിടന്ന ഉറങ്ങും. 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, ആരെയും കുറ്റപ്പെടുത്താനല്ല, കൊച്ചാക്കാനല്ല, എപ്പോഴും ഇങ്ങനെ ഡിസിപ്ലിൻ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. നിങ്ങളുടെ രൂപാന്തരമാണ് കർത്താവിൻ്റെയും ലക്ഷ്യം. ദൈവദാസന്മാരാരാ? കർത്താവിൻ്റെ മെസ്സഞ്ചേഴ്സ്, ദൈവത്തിൻ്റെ ദാസൻ. കർത്താവ് പറയുന്ന അല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. പിണങ്ങിയിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? രൂപാന്തരം വന്നേ പറ്റൂ. യെസ്, അടുത്ത വാക്യം വായിച്ചാൽ, അകലെ ഇരിക്കുമ്പോഴും ഞാൻ കർത്താവ് പറയുന്നതുകൊണ്ട് ലേഖനത്തിൽ കൂടി സ്ട്രോങ് ആയിട്ട് എഴുതുന്നു. നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. ചില ആൾക്കാരെങ്ങനെ അടുത്ത് കാണുമ്പോൾ ഭയങ്കര സ്നേഹം, ഒരു കുഴപ്പമില്ല, എങ്ങനെ വെള്ളമായിരിക്കും, ഒരു കുഴപ്പമില്ല. ദൂരെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു 2 മുഖം ഇല്ല. കാണുമ്പോൾ ഒരു സ്തുതിയും അല്ലെങ്കിൽ ഒരു പുകഴ്ചയും, പിന്നെ അല്ലാതിരിക്കുമ്പോൾ ചില സമയത്ത് മാത്രം ഭയങ്കര സ്ട്രോങ്. അങ്ങനല്ല, ദൂരെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എഴുതുന്ന പോലെ തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കിയും സ്നേഹത്തോട് ഞങ്ങൾ പറയും, സഹോദരാ മാറ്റം വന്നേലേ പറ്റൂ, സഹോദരി കുടുംബമേ മാറ്റം വന്നേലേ പറ്റൂ. ഇത് പറയണമെങ്കിൽ ആദ്യം ഈ പറയുന്ന വ്യക്തി എന്ത് ചെയ്യണം? ജീവിതത്തിൽ രൂപാന്തരം വന്നേലേ പറ്റൂ. അല്ലെ സാത്താൻ എന്ത് ചെയ്യത്തില്ല?
ജീവിതമില്ലാതെ ആർക്കും പ്രസംഗിക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മളൊക്കെ പ്രബോധനങ്ങൾ പറയുകയും മറ്റുള്ളവരെ പ്രത്യേകിച്ച് ജാതികളോട് സുവിശേഷം പറയുമ്പോൾ ഓർത്തോണം, നമ്മളെ തന്നെ ക്രമീകരണം പ്രാപിക്കുവാൻ വി ആർ റെസ്പോൺസിബിൾ, ബാധ്യസ്ഥതയുള്ളവരാണ്. അതുകൊണ്ട് ആ ശുദ്ധീകരണത്തിൽ നിൽക്കുവാൻ, ശുശ്രൂഷയ്ക്ക് യോഗ്യമായിട്ട് നിൽക്കുവാൻ, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമായിട്ട് നിൽക്കുവാൻ നമ്മളെ സഹായിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. 12-13 വായിച്ചു. ഞങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോട് ഞങ്ങളെ തന്നെ ചേർത്ത് ഒരുമിപ്പാനോ ഭൂമിപ്പാനോ തുനിയുന്നില്ല. അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഭൂമിക്കുകയും ചെയ്തുകൊണ്ട് തിരിച്ചറിവുള്ളവരല്ല. ഞങ്ങളോ അളവില്ലാത്തവണ്ണമല്ല, നിങ്ങളുടെ അടുക്കലോളം എത്തുമാറ് ദൈവം ഞങ്ങൾക്ക് അളന്നു തന്ന അതിരിന്റെ അളവിന് ഒത്തവണ്ണം അത്രേ പ്രശംസിക്കും. ഞങ്ങൾ പുകഴ്ച പറയുവല്ല, പൊങ്ങച്ചം പറയുവല്ല. ചിലർ ചെയ്യുന്ന പോലെ, ആ സമയത്ത് ഇവർ മാത്രമല്ലല്ലോ ദൈവദാസന്മാർ. ഇതൊരു 10-25 രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോഴത്തേക്ക് 30 വർഷം കഴിഞ്ഞു. ആദ്യത്തെ സഭയൊക്കെ ഉണ്ടായിട്ട് എത്ര വർഷമായി? 30. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര സെക്കൻഡ് ലെവൽ ലീഡേഴ്സും തേർഡ് ലെവൽ ലീഡേഴ്സും ഒക്കെ ഉണ്ടായി. എത്ര സുവിശേഷകർ, വിശ്വാസികളായിരുന്നവരൊക്കെ ഇപ്പം കർത്താവിൻ്റെ ദാസന്മാരായി. അതിവിടും നടക്കണം കേട്ടോ, അതിവിടും. നിങ്ങളെ ഇനി കർത്താവ് എന്നും ഇവിടെ കൊച്ചിയിലല്ല, ഏത് സംസ്ഥാനത്തിൽ അയച്ചാലും, ഏത് രാജ്യത്ത് അയച്ചാലും, ഏത് ജില്ലയിൽ അയച്ചാലും, അവിടെ ഒക്കെ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല കൂട്ടായ്മ നടത്തുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കണം. ആ സമയത്ത് രക്ഷപ്പെട്ട അയ്യോ ഞാൻ അതിനായില്ലേ എന്ന് പറഞ്ഞ് ഓടല്ലേ, അതിന് ബലം പ്രാപിക്കുവാനാണ് നിങ്ങൾക്ക് ഈ 3 തൊട്ട് 5 മിനിറ്റ് വരെയും ഇപ്പോഴും. അത് കഴിഞ്ഞിട്ട് കർത്താവ് നിങ്ങൾക്ക് കൂടുതൽ ശുശ്രൂഷയ്ക്ക് അവസരങ്ങൾ തരുമ്പോൾ അങ്ങനും ഒക്കെ പരിശുദ്ധാത്മാവാണ് നടത്തുന്നത്. ഈ ട്രെയിനിങ് ഒക്കെ എന്തിനാണ്? പ്രാപ്തരായി തീരുവാൻ, ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും യുദ്ധം ചെയ്യുവാൻ എന്ത് ചെയ്യണം? പ്രാപ്തരായി തീരണം. അപ്പം പല ലെവൽ ലീഡേഴ്സായി, ആത്മീയ സുവിശേഷകരായി, ദൈവദാസന്മാരായി. അപ്പോൾ ചില ദൈവദാസന്മാരെ കമ്പയർ ചെയ്തിട്ട് താൻ പറയുക, ചുമ്മാ അത് പൊങ്ങച്ചം പറയുവല്ല. ഞങ്ങളിങ്ങനെ കാണുമ്പോഴും ഞങ്ങൾ ശക്തരാണ്, നിങ്ങളുടെ മുമ്പിൽ വരുമ്പോഴും, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പണ്ട് പറയാം. ചിലർ ചെയ്യുന്ന പോലെ അവരെ വെച്ച് നോക്കിയല്ല, ഇവരെ വെച്ച് നോക്കിയൊന്നുമല്ല. കർത്താവിൽ ഞങ്ങൾ പ്രശംസിക്കുന്നുണ്ട്. ഈ അധികാരം തന്നത് ആരാ? കർത്താവ് തന്ന അധികാരം ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. ടീച്ചറുടെ അധികാരം ഉപയോഗിക്കും. ഒരു പോലീസിൻ്റെ അധികാരം ഉപയോഗിക്കും. എന്തിനാ? ഡിസിപ്ലിൻ ചെയ്യുവാൻ. ചില ടീച്ചേഴ്സ് വളരെ പാവമാണ്. ആ ടീച്ചേഴ്സിനെ പിള്ളേർക്ക് ഒരു പേടിയുമില്ല. ആ ടീച്ചേഴ്സിൻ്റെ ഹോംവർക്കും ചെയ്യത്തില്ല, ഒരു പേടിയുമില്ല. ചില ടീച്ചേഴ്സ് അവർക്കുള്ളൊരു അധികാരമുണ്ടല്ലോ. ഇപ്പോഴും അടിക്കാനൊക്കെ പഴയ പോലെ പറ്റത്തില്ല, എങ്കിലും പല അധികാരവും അവർക്കുണ്ട്. അവർക്ക് വെളിയിൽ ഇറക്കി നിൽക്കുക, അവർക്ക് പണിഷ് ചെയ്യാൻ പല മാർഗ്ഗത്തിൽ ഇപ്പോഴും പണിഷ് ചെയ്യാം. അവരുടെ മാർക്ക് കുറയ്ക്കാം, ഇൻറ്റേർണൽ മാർക്സ് കുറയ്ക്കാം. അപ്പോൾ ഒരു ടീച്ചറിന് ശരിക്കും അതിൻ്റെ പ്രകാരവും പഴയ രീതി അനുസരിച്ച് അടിക്കുകയും ചെയ്യാം. അപ്പോൾ ടീച്ചറിനുള്ളൊരു അധികാരം, പേരൻസിനുള്ളൊരു അധികാരം, പോലീസിനുള്ളൊരു അധികാരം കൊടുത്തിരിക്കുന്ന അധികാരം യൂസ് ചെയ്താൽ പിള്ളേരെന്ത് ചെയ്യും? ഉഷാറായിത്തീരും. ആ സബ്ജക്റ്റിൻ്റെ ഹോംവർക്ക് വന്ന ഉടനെ എഴുതും. അത് എഴുതി കഴിഞ്ഞിട്ട് ഉറങ്ങത്തും അല്ലേ? കാര്യം എന്തു? ആ ടീച്ചേഴ്സ് ആ അധികാരം എക്സസൈസ് ചെയ്യുന്നു. അപ്പം ഇവിടെ പൗലോസ് പറയാൻ, ഞങ്ങൾ പൊങ്ങച്ചം പറയുമല്ല, പുകഴുമല്ല, വി ആർ നോട്ട് ബോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവമാണ് ഞങ്ങൾക്ക് ഈ അധികാരം തന്നിരിക്കുന്നത്, അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ശുശ്രൂഷ ചെയ്യുവാൻ. രണ്ടാമത്, ഈ ദൈവം തന്ന അധികാരം മാത്രം ഞങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. അത് നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ്. നേരത്തെ പറഞ്ഞോളൂ, ഇറ്റ് ഈസ് നോട്ട് ഫോർ യു ഡിസ്ട്രക്ഷൻ. നിങ്ങളെ കൊച്ചാക്കാനല്ല, നശിപ്പിക്കാനായിട്ടല്ല, നിങ്ങളുടെ നന്മയ്ക്കായിട്ട്. 14-15 വായിച്ചു. ഞങ്ങൾ നിങ്ങളുടെ അടുക്കലോളം എത്താതെ അതിൽ കടന്നു പോകുന്നു എന്നല്ല, ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലോളം വന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾ മറ്റുള്ളവരുടെ പ്രയത്നഫലം കൈവശമാക്കി അളവില്ലാതെ പ്രശംസിക്കുന്നു എന്നുമില്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ ഞങ്ങളുടെ അതിനകത്ത് നിങ്ങളുടെ ഇടയിൽ അത്യന്തം വലുതായ ഫലം പ്രാപിപ്പാൻ. ഇവിടെ ഇപ്പോഴൊരു ദൈവദാസനുണ്ട് കൊരിന്ത്യ സഭയിൽ. ഒരു സഭയിൽ 2 ഇടയന്മാരല്ല, ഒരു സഭയിൽ എത്ര ഇടയനേ ഉള്ളൂ? ഇപ്പം വലിയ സഭകൾ വലുതാകുമ്പോൾ ഒരു അസോസിയേറ്റ് പാസ്റ്ററിനെയൊക്കെ വെക്കുന്ന ഒരു രീതിയുണ്ട്. എങ്കിലും ആ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ആരാ? ആ സഭയിലെ ഇടയന. കാര്യം സ്വർഗത്തിൽ ചൊല്ലുമ്പോൾ ന്യായവിധൂസത്തിലും കണക്ക് പറയേണ്ടത് ആരാ? ഇടയന. കർത്താവ് ചോദിക്കാൻ പോകുന്നതും ശിക്ഷിക്കാൻ പോകുന്നതും ആരാ? ഇടയൻ്റെ ജോലി ചെയ്തില്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷ. ആ ഇടയനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ ആടുകൾ ആ മലയിലും ഈ മലയിലും ആ ഉപദേശത്തിലും ഈ ഉപദേശത്തിലും ഒക്കെ അലഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ആ ഇടയനെ എന്ത് ചെയ്യും എന്ന് വളരെ വ്യക്തമായിട്ട് യഹോവയായ ദൈവം എഴുതിയിട്ടുണ്ട്. ഇവിടെ കൊരിന്ത്യ സഭയിൽ ഒരു ഇടയനുണ്ട്. മറ്റുള്ളവരുടെ അധികാരത്തിലാണ് ഇപ്പോൾ കൊരിന്തിലെ സഭ തുടങ്ങിയത് പൗലോസാണെങ്കിലും ഇവിടെ കറക്ഷൻ ഓരോ എഫെസോസിൽ ലേഖനം എഴുതുമ്പോൾ അവിടെ ആരുണ്ട്? ഒരിടയനുണ്ട്. ഓരോ സഭകൾ അല്ലെങ്കിൽ ഓരോ വിശ്വാസികളെ കൊണ്ടുവന്നത് വേറെ പലരും ആയിരിക്കും, വേറെ പല സുവിശേഷകരായിരിക്കും, ഇടയനായിരിക്കും. അപ്പോൾ അവരുടെ അധികാരത്തിൽ കയറി
ഇപ്പോൾ കൊരിന്ത് സഭയിൽ അല്ലെങ്കിൽ റോമിലെ സഭയിൽ ഒരു ലേഖനം സ്ട്രോങ് ആയിട്ട് എഴുതുമ്പോൾ അവിടെ ദൈവദാസൻ ഉള്ളപ്പോഴും ആ ദൈവദാസൻ വേണ്ട പോലെ ആ കാര്യങ്ങൾ ചെയ്യാത്തപ്പോഴും ആദ്യ നാളുകൾ അവർക്ക് റിട്ടേൺ ബൈബിൾ ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, വെളിപ്പാട് ഡീപ്പായിട്ട് കിട്ടണം. ഓരോ വിഷയത്തിലും എന്ത് ചെയ്യണം, കുടുംബജീവിതത്തിൽ ഓരോ വിഷയത്തിൽ, തിരുവത്താഴവുമായിട്ടുള്ള ബന്ധത്തിൽ പോലും നമ്മൾ കാണുന്നു ഓരോ വിഷയത്തിൽ. അപ്പം വെളിപ്പാടിൻ്റെ ആധിക്യം, ആ ഒരു അനുഗ്രഹം, ആ ഒരു ആഴങ്ങൾ അതുപോലെ ഡെഡിക്കേറ്റഡ് ലൈഫ്, ഒരു കുടുംബം പോലും ഇല്ലാതെ ഡെഡിക്കേറ്റഡ് ലൈഫായിട്ട് പൗലോസ് നിന്നതുകൊണ്ട് വേറെ ഒന്നും പൗലോസ്, അപ്പോൾ വെളിപ്പാടിൻ്റെ ഭയങ്കര ഡെപ്താണ് പൗലോസ്. ഓരോ കാര്യങ്ങളും സഭ എങ്ങനെ ആയിരിക്കണമെന്ന് മറ്റുള്ള ദൈവദാസന്മാർക്ക് കിട്ടാത്ത വെളിപ്പാടും കർത്താവ് കൊടുത്തത് പൗലോസിനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എഴുതിയിരിക്കുന്ന പോലെ പേടിപ്പിക്കുന്ന രീതിയിൽ എഴുതുവാനും ഖനമുള്ളതും ഊറ്റമുള്ള ലേഖനങ്ങളൊക്കെ എഴുതാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്ന ആരാ? അപ്പോസ്തലനായ പൗലോസിന്. കൊരിന്തിലെ സഭ വേറെ ഇടയൻ നടത്തുമ്പോൾ തന്നെ തൻ്റെ അധികാരത്തിൽ കയറി ഞാൻ കളിച്ച് അവിടെ ഞാൻ ഡിസിപ്ലിൻ ചെയ്ത് ഞാൻ ഷൈൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ആ വാക്യം വായിച്ചപ്പോൾ മനസ്സിലായി. അവിടെ ഞാൻ അവരുടെ അധികാരത്തിൽ കയറി കളിച്ച് ഞാൻ ഷൈൻ ചെയ്യുമല്ല. ഇതെല്ലാം ആർക്കാ പ്രയോജനം? കൊരിന്ത് സഭ ആത്മാവ് വിട്ടുപോയി, പരിശുദ്ധാത്മാവ് വിട്ടുപോയി. അവിടെ പാപികളുടെ മഹാസമ്മേളനമാണ്. നമ്മൾ കണ്ടല്ലോ, ജാതികൾ കേട്ടാൽ ഞെട്ടിക്കുന്ന പാപികൾ. അവർ സഭയിലെ പ്രധാന ആൾക്കാരായതുകൊണ്ട് ദൈവദാസനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മൂപ്പന്മാർക്ക്, ഇവർ മൂപ്പന്മാരും ഒക്കെയാണ്, ഇവർ തന്നെ മൂപ്പന്മാരുമായി തീർന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ദൈവദാസൻ? സഭയെല്ലാം കൂടി പിരിച്ചുവിടാനല്ലാതെ സഭയിൽ ഇതിങ്ങനെ നാളുകൾ കൊണ്ട് സംഭവിച്ചതാണ്. സഭ ഇങ്ങനെ ജഡികമായി തീരുവാൻ ആൾക്കാരുടെ എണ്ണം കൂടി, പണം കൂടി, അപ്പം അങ്ങനെ പല കാര്യത്തിനും കോംപ്രമൈസ് ചെയ്ത് സംഭവിച്ചു. അപ്പോൾ അവിടെയൊക്കെ പൗലോസ് ശക്തമായിട്ട് എഴുതിയിട്ട് പറയുക, വേറെ അധികാരത്തിൽ ഞാൻ കയറി ഇടപെട്ടിട്ട് അവരെ ഡിസിപ്ലിൻ ചെയ്തിട്ട് ഞാൻ പുകഴുവല്ല, ഇതെല്ലാം കർത്താവിന് വേണ്ടി ചെയ്യുന്നതാ എന്ന് എഴുതിയിട്ട് താഴോട്ട് അതിൻ്റെ 16-ാമത്തെ വാക്യം. മറ്റൊരുത്തന്റെ അതിനകത്ത് സാധിച്ചതിൽ പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറത്തുള്ള ദിക്കുകളോളം സുവിശേഷം പ്രസംഗിപ്പാനും ആശിക്കുകയത്രയും ചെയ്യും. ഞാൻ അവിടെ ഇരുന്നിപ്പോൾ കൊരിന്ത് സഭയ്ക്ക് 2-ാമത്തെ ലേഖനം എഴുതി താൻ നിർത്തുക. പിന്നെയും ലേഖനങ്ങൾ എഴുതി കാണും, ബൈബിളിൻ്റെ അകത്ത് കൂട്ടിച്ചേർത്തിരിക്കുന്ന ഈ 2-ാമത്തെ ലേഖനം നമുക്കറിയത്തുള്ളൂ. താൻ ഒത്തിരി 100 കണക്കിന് ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. തൻ്റെ പേന ഭയങ്കര പവർഫുള്ളാണ് എന്ന് തന്നെ എഴുതുവാൻ കാരണം അതാണ്. ഒത്തിരി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് ബൈബിളിൽ തന്നെ നമ്മൾ കാണുന്നു. അക്കായിക്ക് എഴുതിയ ലേഖനം, മക്കതോനിക്ക് എഴുതിയ ലേഖനം, അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ എഴുതിയ ലേഖനം അവിടെയൊക്കെ വായിക്കണം എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ പല ലേഖനങ്ങളുണ്ട്. പൊതുവേ അറിയേണ്ടത് അത് അവർക്ക് വ്യക്തിപരമായുള്ള ലേഖനങ്ങളായിരുന്നു. അപ്പം ഈ ഒരു ലേഖനം എഴുതി, കൊരിന്തിനോടൊരു ലേഖനം എഴുതി താനിവിടെ കൊരിന്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുവല്ല. നമ്മൾ 16-ാമത്തെ വാക്ക്, ഹീ ഈസ് മൂവിങ് ഓൺ. പൗലോസിൻ്റെ വിളി എന്ന് പറയുന്നത് ഇവിടെയൊക്കെ സഭകൾ തുടങ്ങി അടുത്തൊരു ലെവൽ. പൗലോസ് 3 ഭൂഖണ്ഡം, ഇത്രയും അതിനുള്ള രാജ്യങ്ങൾ മുഴുവനും, യെരുശലേം തൊട്ട് യൂഗോസ്ലാവിയ അല്ലെങ്കിൽ ഇലൂരിയ ദേശം വരെ, യൂറോപ്പ്, റഷ്യ അല്ലെങ്കിൽ USSR ആ ഒരു ഭൂഖണ്ഡം, പിന്നെ ഇവിടെ ഏഷ്യ. അപ്പോൾ ഇത്രയും ഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങൾ പോഷ്ക്ക് ബൈബിളിൻ്റെ അകത്ത് എഴുതത്തില്ല. ഈ 30-35 വർഷത്തിൻ്റെ അകത്ത് ഗ്രാമം തോറും ഭവനം തോറും ഞങ്ങൾ 10-15 വർഷം ഒരു ആന്ധ്രാപ്രദേശ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, ആദ്യം പോയത് 95-ലാണ്. പിന്നെ ടീമായിട്ട് ഞങ്ങൾ എല്ലാവരും പോയി താമസിച്ച് പോയത് തൊട്ട് 99 തൊട്ട് വർഷത്തിൽ 3-4 പ്രാവശ്യം 44 ജില്ല കവർ ചെയ്തു. ഞങ്ങൾക്കൊന്നും 44 ജില്ലയും ഞങ്ങൾ കവർ ചെയ്തില്ല. ഞങ്ങളിങ്ങനെ ഓടിച്ചു പോയെന്നേ ഉള്ളൂ. പല ജില്ലയിൽ കൂടെ, എല്ലാ ജില്ലയിൽ കൂടി ഞങ്ങൾ ഓടിച്ചു പോയിട്ട് 44 ജില്ലയുള്ളൊരു സ്ഥലമാണ്. ഇപ്പോഴാണ് തെലങ്കാന 2 മറ്റേത് ആന്ധ്ര ഇങ്ങനെ ബേ ഓഫ് ബംഗാൾ തൊട്ട് അങ്ങ് അറേബ്യൻ കടൽ വരെ, പൂനാട് ബോർഡർ, കരീംനഗർ, മെഹബൂബ് നഗർ വരെ, വിശാഖപട്ടണം തൊട്ട് മെഹബൂബ് നഗർ വരെ, ഇങ്ങ് ഒറീസ ബോർഡർ, അപ്പുറം മഹാരാഷ്ട്ര ബോർഡർ. അപ്പം അതുവരെ കിടക്കുന്ന ഒരു വലിയ സംസ്ഥാനമായിരുന്നു. ഇപ്പോൾ 2014 അത് 2ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും നാളുകൾ ഞങ്ങളവിടെ താമസിച്ച് പ്രവർത്തിച്ചിട്ട് പോലും എല്ലാ ആഴ്ചയും ആദ്യത്തെ തിങ്കൾ ഓഫ് എടുക്കും. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി വരെ ചില സമയത്ത്, അല്ലെ വ്യാഴം 3 ദിവസം ഗ്രാമത്തിൽ, ബാക്കി ദിവസം ആ ടൗണിൽ വന്നിട്ട് സഭയിൽ. അങ്ങനെ നോക്കി കേരളത്തിലെ ടീം വരുമ്പോൾ ഫുൾ ടൈം അവിടെ ഞങ്ങൾ പോകും. എന്നിട്ട് പോലും അതിൻ്റെ ഒരു 2% കവർ ചെയ്യാൻ പറ്റുമോ അറിയത്തില്ല. ഇത്രയും 100 കണക്കിന് അല്ല 1000 അപ്പം ഞാൻ പറഞ്ഞു, പക്ഷേ പൗലോസ്, ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത്. ഞങ്ങൾ ഒരു ദിവസം 930 കിലോമീറ്റർ വരെ ഓടിച്ച, 950 കിലോമീറ്റർ വരെ ഓടിച്ച ദിവസങ്ങളുണ്ട്. ഞങ്ങൾ വാഹനത്തിലാണ് പോകുന്നത്. പൗലോസ് എങ്ങനെയാണ് പോകുന്നത്? ഈ ഗ്രാമം തോറും ഒന്നും എല്ലാം വണ്ടിയിലല്ല, വണ്ടി ഇല്ലല്ലോ, അല്ലെങ്കിൽ കുതിരയിൽ പോയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും താൻ ഈ ഭവനം തോറും പോകണമെങ്കിൽ എങ്ങനെ പോയാലേ പറ്റൂ? ഭവന സന്ദർശനം ചെയ്യുന്ന പോലെ ഈ ശരീരത്തിൽ ബലഹീനനായ പൗലോസ് തൻ്റെ ബലഹീനതയോ, നമ്മളാണ് എന്ത് ചെയ്യും, 2 ദിവസം നടന്നിട്ട് അയ്യോ എൻ്റെ കാല് പോയി, ബസ്സിൽ കയറി ക്ഷീണമായി, ഇതൊക്കെ നമ്മൾ പറയത്തില്ലേ? ശരീരത്തിൽ ബലഹീനനായ പൗലോസ് നടന്ന കിലോമീറ്റർ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഒന്ന് ആഴത്തിൽ ചിന്തിക്കണ്ടേ? ബൈബിളിൻ്റെ അകത്ത് സത്യം മാത്രമേ എഴുതത്തുള്ളൂ. ഗ്രാമം തോറും ഭവനം തോറും താൻ തട. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുക 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക,
ദൈവത്തിന്റെ അതിരിനകത്ത് സാധിച്ചതിൽ പ്രശംസിക്കാതെ നിങ്ങൾക്ക് അപ്പുറത്തുള്ള ദിക്കുകളോളം സുവിശേഷം പ്രസംഗിപ്പാനും ആശിക്കത്രേ. നിങ്ങൾക്ക് അപ്പുറത്തുള്ള ദിക്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് മാത്രം ഇങ്ങനെ നിങ്ങളെ കൊരിന്ത് സഭയോട് പറയുക, നിങ്ങളുടെ അടുത്ത് മാത്രമല്ല നിങ്ങളെ ഈ ഉണ്ടല്ലോ രൂപാന്തരത്തിനായിട്ട് ഞാൻ ശക്തമായിട്ട് പേടിപ്പിക്കുന്ന രീതിയിൽ എഴുതുന്ന കൊരിന്ത്യ സഭ മാത്രമല്ല എൻ്റെ സബ്ജക്റ്റ്. കൊരിന്ത് സഭ മാത്രം രൂപാന്തരപ്പെട്ടാൽ പോരാ, നിങ്ങളെ പെട്ടെന്നാണ് ഈ ആദ്യം 16 ലേഖനവും അധ്യായവും ഇവിടെ 12, 13 അധ്യായമൊക്കെ എഴുതിയിട്ട് താൻ എന്ത് ചെയ്യുക? ഹീസ് മൂവിങ് ഓൺ. നിങ്ങളുടെ അപ്പുറത്തുള്ള ദിക്കിലേക്ക് പോകാനാണ് ഞാൻ കർത്താവിൽ ആശിക്കുന്നത്. അപ്പോൾ തൻ്റെ വിളിയെപ്പറ്റി താൻ പറയുക, തൻ്റെ വിളി ഓരോരുത്തരും എൻകറേജ് ചെയ്ത് പോകുക. അതിൻ്റെ അകത്ത് ചില വർഷങ്ങൾ മാത്രം എത്ര ഉണ്ട് കൊരിന്ത് സഭ എന്ന് പറഞ്ഞിട്ടാണ് മുൻപോട്ട് 17-ാമത്തെ വാക്യം. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ, തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല കർത്താവ് പുകഴ്ത്തുവെന്നതേ കൊള്ളാം. ഇതിൻ്റെ അകത്ത് വലിയൊരു മർമ്മമുണ്ട്. ആരാണ് കൊള്ളാവുന്നവൻ? കർത്താവ് പുകഴ്ത്തുന്നവനാണ് കൊള്ളാവുന്നവൻ. നമ്മളിരുന്ന് പ്രശംസിച്ചിട്ടൊന്നും ഞാൻ ഭയങ്കര മിടുക്കനാന്നും ഞാൻ ഭയങ്കര വാഗ്മിയാന്നും ഓരോരുത്തർ ഭയങ്കര പറയുമല്ലോ. ഇന്നത്തെ ദൈവദാസന്മാർ അങ്ങനല്ലേ, അവരുടെ കുറേ ഫ്ലെക്സ്, അവരുടെ ഫ്ലാഷിങ്, ഇത് ഓരോ പ്രസംഗത്തിൻ്റെ ഇൻട്രോയൊക്കെ സെറ്റ് ചെയ്യുന്നത് കാണും. ഷൂ 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 എന്നൊക്കെ പറഞ്ഞ് മ്യൂസിക് എവിടെയൊക്കെ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്, ആ മീറ്റിങ്ങിൻ്റെയൊക്കെ ഹൈലൈറ്റ്സ് ഇങ്ങനെ കാണിച്ചൊക്കെ ഇൻട്രോ ഒക്കെ നടത്തുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ശരിക്കുള്ള പ്രസംഗം തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാം അറിയാതെ ആർക്കാ മഹത്വം വരുന്നു പോകുന്നത്. ഓരോ സഭകൾ അതിൻ്റെ വാർഷികമോ അല്ല ഇത്ര വർഷമായെന്നോ അല്ല, ഇതൊക്കെ എല്ലാ സഭകളും ഇപ്പം ചെയ്യുന്നുണ്ട്. എല്ലാ സഭകളും നമ്മൾ ഈ ആൾക്കാരുടെ എണ്ണം എടുക്കുകയും ഈ വർഷത്തിൻ്റെ എണ്ണമൊക്കെ എടുക്കുമ്പോൾ അറിയാതെ സംഭവിക്കുന്ന എന്തുവാ? ദാവീദ് അന്ന് എണ്ണം എടുത്തൊരു സംഭവം നമുക്കറിയാമല്ലോ. ഈ എണ്ണം എടുക്കുമ്പോൾ അറിയാതെ നമ്മളങ്ങ് എന്ത് ചെയ്യും? ഇത്രയും നാൾ ഇത്രയും ആൾക്കാർ പുകഴ്ത്തു. അന്ന് കർത്താവ് ശിക്ഷിച്ച് എത്ര ഇസ്രായേൽ മക്കളെ കൊന്നു ദാവീദ് എണ്ണിയതിന്? 10,000-കണക്കിന് ആൾക്കാരെ യഹോവയായ ദൈവം കൊന്നു. ദാവീദ് ജനത്തെ എണ്ണിയത്. കർത്താവിന് കൊടുക്കേണ്ട മഹത്വം അഭിഷക്തരെടുക്കുക. ഇത് വലിയ ശിക്ഷയാണ്. അതുകൊണ്ട് ഇതൊന്നും എണ്ണമൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു ആഘോഷവും ഒരു സെലിബ്രേഷനും ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. കാഹള ഊതുമ്പോഴാണ് നമ്മുടെ സെലിബ്രേഷൻ. അതുവരെ കീപ്പ് ഓൺ മൂവിങ് ഇല്ലേ? സ്തോത്രം. അല്ല, മുൻപോട്ടായിരിക്കണം ആ യാത്ര. കാഴ്ചപ്പാട് പുറമോട്ടായി തീരാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. 17-ാമത്തെ വാക്യത്തിൽ പ്രശംസിക്കണോ? ആരിൽ പ്രശംസിക്കട്ടെ? ഇത്രയും രാജ്യങ്ങൾ ഞാൻ പോയി, ഇത്രയും ദേശങ്ങൾ ഞാൻ പോയി എന്ന് പ്രശംസിച്ച് ഇത്രയും പേരെ രൂപാന്തരപ്പെടുത്തി, അതുകൊണ്ട് നിങ്ങളെ അങ്ങനെയൊന്നും പറഞ്ഞൊന്നും പ്രശംസിക്കുവല്ല. ഹീ ഹു ഗ്ലോറീസ് ലെറ്റ് ഹിം ഗ്ലോറി ഇൻ ദ ലോർഡ്. അല്ലല്ലേ, അവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. കർത്താവ് എന്നെ വിളിച്ച് ആ വിളി ഞാൻ ചെയ്യുന്നു. ദൈവം, പൗലോസ് പറയാം, ദൈവം എനിക്ക് തന്നിരിക്കുന്ന അധികാരം ഞാൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടും അതിൻ്റെ തുടക്കത്തിൽ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു പോയതാ. ഒന്ന് വായിച്ചോ. 1 കൊരിന്ത്യർ 1:31. ഇവിടും എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കുറിച്ച് വെക്കുന്നവർക്ക് എഴുതാം. യെരമ്യാവ് 9-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യമാണ്. ജെറമിയ ചാപ്റ്റർ 9:24 എടുക്കണ്ട. അവിടെ നിന്നുള്ള ഉദ്ധരണിയാണ് ഇവിടെ 1 കൊരിന്ത്യരിലും എഴുതിയിരിക്കുന്നത്, ഇവിടെ 2 കൊരിന്ത്യരിലും എഴുതിയിരിക്കുന്നത്. പ്രശംസിക്കുന്നവൻ ആരിൽ പ്രശംസിക്കട്ടെ? കർത്താവിൽ. പഴയ നിയമം ഒരു ഉദ്ധരണി എടുത്തിട്ടാണ് പൗലോസ് കൊരിന്ത്യ സഭയെ ഓർപ്പിക്കുന്നത്. ഹീ ഹു ഗ്ലോറീസ് ലെറ്റ് ഹിം ഗ്ലോറി ഇൻ ദ ലോർഡ്. സ്തോത്രം. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ചെയ്യുന്നത് ഇച്ചിരി കനമായിട്ട് ചെയ്യണം. കർത്താവിന് വേണ്ടി ചെയ്തേലേ പറ്റത്തുള്ളൂ. എങ്ങനെയാണ് കർത്താവ് ന്യായവിധൂസത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്കറിയാം. നമ്മൾ പഠിച്ചതാ ഡീറ്റെയിൽ ആയിട്ട്. ഒന്ന് വായിച്ചാട്ട് ഈ 1 കൊരിന്ത്യർ തന്നെ അതിൻ്റെ 3-ാമത്തെ അധ്യായം 12 തൊട്ടൊന്ന് വായിച്ചാൽ. അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോട് വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമോ നിങ്ങൾ പിന്നീട് 15 വരെയും വായിച്ചോ. ഇത് പാസ്റ്റർമാർക്ക് മാത്രമേ ഉള്ളോ പ്രവൃത്തികൾ ശോധന ചെയ്യുന്നത്? ഉള്ളോ? അല്ല, എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രവൃത്തി, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ പ്രവൃത്തി, എൻ്റെ പേര് വിളിക്കുമ്പോൾ ഞാൻ വന്നിക്കും, നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ വന്ന് കർത്താവിനും. നമ്മുടെ എക്സ്ക്യൂസ് ഒന്ന്, കർത്താവെ അതായത് കുടുംബം ഇങ്ങനെ എനിക്ക് വേണ്ട പോലെ എൻകറേജ്. കുടുംബത്തെ അല്ലല്ലോ കർത്താവ് വിളിച്ചത്. കർത്താവ് വിളിച്ച ഓരോരുത്തരെ ഒറ്റയ്ക്കാണ്. സ്തോത്രം. കുടുംബം സപ്പോർട്ടായിട്ട് തന്നിരിക്കുക. അവർ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ അവരെ അങ്ങ് സപ്പോർട്ട് ചെയ്യണം, എൻകറേജ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ശക്തമായിട്ട് നിന്നേലേ പറ്റൂന്നേ. ക്ഷീണിച്ച് പോകുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് തെള്ളി പ്രോത്സാഹിപ്പിച്ചോ, ഒന്ന് എൻകറേജ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. എന്തുവാണേലും സ്തോത്രം, നമ്മൾ ശക്തമായി നിന്നേലേ പറ്റൂ. ഓരോരുത്തരുടെ പ്രവൃത്തി ആ മൂലക്കല്ലിൽ മേൽ പണിയും എവിടെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? ദാറ്റ് സ്റ്റോൺ, ദാറ്റ് കോർണർ സ്റ്റോൺ, യേശുവിൻ്റെ ആ കല്ലിൻ്റെ മേൽ വെള്ളി, പൊന്ന്,
വിലയേറിയ കല്ലുകൾ, അതൊക്കെ നമുക്കറിയാം. പിന്നെ പുല്ല്, വൈക്കോല്, പഞ്ഞി, ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒത്തിരി ഞാൻ ഏതാണ്ടൊക്കെ ഒത്തിരി ചെയ്തു എന്ന് ഈ പൊങ്ങച്ചം പറയുന്ന ഈ പൊങ്ങച്ചങ്ങളൊക്കെ അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് അവസാനം ഇതൊരു കൺവെയർ ബെൽറ്റിൽ കൂടി, ഇവിടെ നിങ്ങൾക്ക് എയർപോർട്ടിൽ കൂടെ യാത്ര ചെയ്യുന്നില്ലേ പോലും മെട്രോയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ ഉണ്ട്, എയർപോർട്ടിലുണ്ട്, ഗ്രീൻ ചാനലുണ്ട്. അപ്പോൾ ആ ഗ്രീൻ ചാനലിൽ കൂടെ കൺവെയർ ബെൽറ്റ് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഇരുന്നൊരു പോലീസുകാരൻ ആ സ്ക്രീനിൽ നോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആ സ്ക്രീനിൽ പോയി നോക്കിയിട്ടുണ്ടോ? നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ നമ്മുടെ പെട്ടിക്കകത്തിരിക്കുന്ന സാധനമൊക്കെ ഒരു ഏകദേശ രൂപം അവിടെ അവർക്ക് ആ ഒരു എറയെ കടത്തി വിടുമ്പോൾ ഗ്രീൻ ചാനൽ എന്ന് അതിനെ പറയുന്നത് അവർക്ക് അവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ആ കടത്തി വിട്ട് അപ്പുറം എത്തുമ്പോൾ, ഞാൻ പലപ്പോഴും ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഈ ബാഗ് തുറന്നിരിക്കുവാണ്, ഇപ്പുറത്തെത്തുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്തോ ഈ ബാഗ് വല്ലതും എൻ്റെ ഇടയ്ക്ക് ചരിഞ്ഞിട്ട് സാധനം വല്ലതും പോയി അവിടെ ഞാൻ അപ്പുറത്ത് വെച്ച സാധനമല്ല ഇപ്പുറത്ത് എത്തിയോ എന്ന് നമ്മളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാറില്ലേ. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്, സ്വർഗീയ തീക്കകത്തോട് കടത്തി വിടുമ്പോൾ അപ്പുറത്ത് വെച്ചതെല്ലാം ഇപ്പുറത്ത് എത്തത്തില്ല. ഈ പൊങ്ങച്ചവും മനുഷ്യനെ കാണിക്കാൻ കൂട്ടി ചെയ്തതെല്ലാം, മനുഷ്യൻ്റെ പുകഴ്ച ലഭിക്കുവാൻ, ലോകത്തിൽ ദേശത്ത് അക്സെപ്റ്റഡായി തീരുവാൻ ചെയ്തതെല്ലാം വെന്ത് കരിയും. കർത്താവിന് വേണ്ടി വില കൊടുത്ത് നിന്ന കൊടുത്ത് ഘനമായി ചെയ്തത് ഇച്ചിരി വില ഉണ്ടെങ്കിൽ, പക്ഷെ അത് വിലയേറിയതാണ്. പൊന്ന്, വെള്ളി വിലയേറിയ അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ഇത്രയുമാണ് ഇപ്പുറത്തോട് കയറ്റി വിട്ടത്. അപ്പുറത്തെത്തുമ്പോൾ സാംസന്റെ പ്രവൃത്തി നോക്കുമ്പോൾ എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതിനുള്ള പ്രതിഫലമേ കിട്ടത്തുള്ളൂ. ബാക്കിയെല്ലാം കത്തിപ്പോയി, സ്വർഗീയ തീക്കകത്തോട് കടത്തിവിടും. അവിടെ താഴോട്ട് 15-ാമത്തെ വാക്യം നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണ് ഞാൻ പറഞ്ഞു പോവാ. അനേകർ അന്ന് ലജ്ജയ്ക്ക് കാരണമായി തീരും. നമ്മളത് ലജ്ജയ്ക്ക് കാരണമായി തീരാതിരിക്കണമെങ്കിൽ ഘനമായിട്ട് ഫോക്കസ് എന്തുവാ? നമ്മുടെ ഈ ലോക ജീവിതം അല്ല ദൈവമക്കളെ ഫോക്കസ്. തിന്നാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അതിന് സ്തോത്രമില്ല, ആ വാക്യം ബാക്കി പറയുന്നുമില്ല. ഒന്ന് ഉറക്കെ പറഞ്ഞ്, തിന്നാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക. പിന്നെ തരണേ 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 വേണ്ട. നമ്മൾ ഈ വചനത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടമാണ്. എല്ലാവരും ഒരേ കാഴ്ചപ്പാടിൽ പോയാലേ പറ്റൂ. ചിലരിങ്ങനെ ബാലൻസ് പോവും, സഭയുടെ ബാലൻസ് പോവും. ചിലർ ഇച്ചിരി ലോകത്തെയും സ്നേഹിച്ച് ചിലരങ്ങ് മതിയെന്നും വെച്ച് കഴിഞ്ഞാൽ സഭ ആ ബാലൻസ് പോകും. ആത്മീയ കുടുംബത്തിൻ്റെ ചിറക് രണ്ടും ഒരുപോലെ ഇരുന്നാൽ 4 വീലും ഒരുപോലെ അലൈൻഡ് ആണെങ്കിൽ മാത്രമേ വണ്ടി മുൻപോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് വചനം എന്ത് പറയുന്നു അതുപോലെ. അവസാനത്തെ വാക്യം 18-ാമത്തെ വാക്യം വായിച്ചു. അവിടെ എഴുതിയേക്കുന്ന പ്രശംസിക്കുന്നവൻ ആരിൽ പ്രശംസിക്കട്ടെ? കർത്താവിൽ പ്രശംസിക്കട്ടെ. എന്നിട്ട് കർത്താവ് പുകഴ്ത്തുന്നവനാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലായി, കർത്താവ് നമ്മളെപ്പറ്റി എന്തു പറയുന്നു. വിശ്വസ്തദാസനെ, വെളിപ്പാട് പുസ്തകത്തിൽ എഴുതുമ്പോൾ അവിടെ എഴുതിയേക്കുന്ന ഞാൻ അവനൊരു പുതിയ പേര് കൊടുക്കും. അവന് ഓരോന്ന് കർത്താവ് അവന് കൊടുക്കുന്ന ആ അനുഗ്രഹത്തെ പറ്റിയായിരിക്കുന്നത്. യേശു കർത്താവ് ഒരു മനുഷ്യരായിട്ട് വന്നതുകൊണ്ട് നമുക്കൊരു മാതൃകയായിട്ട് ആദ്യം സ്നാനപ്പെട്ടപ്പോൾ എന്തുവാ പറഞ്ഞത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ. നമ്മളെപ്പറ്റി യേശു അതാണോ പറയുന്നത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രി, ഇവളിൽ ഞാൻ നമ്മൾ എത്ര പേരെ പറ്റി അങ്ങനെ പറയും? എൻ്റെ വിശ്വസ്തദാസൻ, എൻ്റെ വിശ്വസ്തദാസ്യം. മനുഷ്യൻ എന്നെപ്പറ്റി എന്തും പറഞ്ഞോ എന്ന് വിചാരിച്ച് തോന്നിയ പോലെ ജീവിക്കാം എന്നല്ല എൻ്റെ അർത്ഥം കേട്ടോ. വചനത്തിൻ്റെ ഡിസിപ്ലിൻ തന്നെ ജീവിക്കുമ്പോൾ ആരും നമ്മളെപ്പറ്റി നല്ലതൊന്നും ചിലപ്പം പറഞ്ഞില്ലെന്നിരിക്കും. അത് അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ജീവിക്കുമ്പോഴേ അവർ നമ്മളെപ്പറ്റി എന്നാൽ പോലും നല്ലത് പറയത്തില്ല. നമ്മുടെ മുമ്പിൽ വെച്ച് എന്ത് പറയാം? സാംസൺ ഇല്ലേ, പോകുമ്പോൾ പറയും പിന്നെ അവനൊരുത്തം. മനുഷ്യൻ്റെ സ്വഭാവമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഇതൊക്കെ തന്നെ കാണിക്കും. മനുഷ്യൻ്റെ സ്വഭാവമാണ്. മുമ്പിൽ വെച്ച് വലുത് പറയും, അങ്ങോട്ട് മാറുമ്പോൾ ഉള്ളത് പറയും, അല്ല ഇല്ലാത്തതോട് ചേർത്ത് പറയും. മനുഷ്യൻ എന്തും പറഞ്ഞോട്ടെ, അത് പൗലോസിനും വിഷയമല്ല. ബൈബിളിൽ നമ്മൾ കാണുന്ന അഭിഷക്തർക്ക് ആർക്കും വിഷയമല്ല. രാജാവ് എന്തു പറയുന്നോ ഇതൊന്നും പൗലോസിന് ഒരു വിഷയമല്ല. കുടുംബം എന്തു പറയുന്നോ യഹൂദ കൗൺസിൽ എന്തു പറയുന്നോ, യെരുശലേമിലുള്ള ദൈവദാസന്മാർ പോലും എന്തു പറയുന്നോ അത് പൗലോസിന് വിഷയമല്ല. ഞാൻ അവരോട് പോലും എന്ത് ചെയ്തില്ല, ആലോചന ചോദിച്ചില്ല. ജഡരക്തങ്ങളോടൊന്നും ഞാൻ കൺസൾട്ട് ചെയ്തില്ല. എൻ്റെ കർത്താവ് എന്നെപ്പറ്റി നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. എൻ്റെ കർത്താവ് എന്നെപ്പറ്റി എന്തു പറയുന്നു. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോഴും വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോഴും നാളെ രാവിലെ ദിവസം ആരംഭിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നെപ്പറ്റി എന്തു പറയുന്നു. എൻ്റെ കർത്താവ് ചെയ്ത് ഏൽപ്പിച്ച ജോലി ദൗത്യം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞോ? വിശ്വസ്തദാസനെ എന്നുള്ള വിളി ഞാൻ കേൾക്കുമോ? അനേകരന്ന് അവരുടെ പ്രവൃത്തികൾ തീക്കകത്തോട് കടത്തിവിടുമ്പോൾ അവർ ലജ്ജയ്ക്ക് കാരണമായി തീരുമ്പോൾ, അനേകരെന്ന് അവിടെ എഴുതിയിരിക്കുന്ന മെജോറിറ്റി ഓഫ് ബിലീവേഴ്സ് അവിടെ ലജ്ജയ്ക്ക് കാരണമായി തീരുമ്പോൾ, മനുഷ്യനെ കാണിക്കാൻ ഒന്നും ചെയ്യേണ്ട ദൈവമക്കളെ, നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും അതിനുള്ള പ്രതിഫലം കിട്ടും. 100 ഇരട്ടി പ്രതിഫലം കിട്ടും. മനുഷ്യനെ കാണിക്കാൻ ഒന്നും ചെയ്യില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് ഓടി നടന്ന് ഒത്തിരി ഒന്നും ചെയ്യണ്ട.
എന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കണം. ഞാൻ പറഞ്ഞ ആൾക്കാരെ കാണിക്കാനും റിപ്പോർട്ട് എഴുതുവാനും ഒക്കെ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യണം. ഞങ്ങൾക്ക് തന്നെ നമ്മുടെ MBS ടീമിന് തന്നെ 12 സഭയുണ്ടായിരുന്നു. വർഷങ്ങൾ അവരെല്ലാം സപ്പോർട്ട് ചെയ്ത് അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അവിടെ എല്ലാം മാസം തോറും കൺവെൻഷനും പരസ്യങ്ങളും അവിടെ ഇവിടെ എല്ലാം ആൾക്കാരുണ്ട്. ഇവരുടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് കാര്യങ്ങളും എല്ലാം കൂടി ഞങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വേറൊന്നുമല്ല, സഭ വളരുന്ന അനുസരിച്ച് ദൈവദാസന്മാരും പറഞ്ഞാൽ കേൾക്കുന്നില്ല, വിശ്വാസികൾ അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറിപ്പോകും. എല്ലാം ഇൻഡിപെൻഡൻ്റ് ആക്കി അവരെല്ലാം ഒറ്റയ്ക്ക് നിർത്തി. ആത്മീയ ബന്ധങ്ങൾ മാത്രം ഏത് സമയത്തും അങ്ങനെ നിങ്ങളെല്ലാവരും ആത്മീയ ബന്ധത്തിൽ നിർത്തുക. ഈ നമ്പർ വേണേൽ കൂട്ടാം, എളുപ്പം നമ്പർ കൂട്ടാൻ പറ്റും. വേറൊന്നുമല്ല, നമ്മളാണ് ഓടേണ്ടത്, നമ്മളാണ് അത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ തീരുമാനമെടുത്തു. അപ്പോൾ ചെങ്ങന്നൂരെ സഭയും നോക്കി, ഞാൻ അന്ന് ആന്ധ്രയിലായിരുന്നു. ഈ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്ത് റിപ്പോർട്ടൊന്നും ആരെയും കാണിക്കാനില്ലല്ലോ. 10-15-20 വർഷം അങ്ങനെ പ്രവർത്തിച്ച് കഴിഞ്ഞ് ആ ചെയ്യുന്നത് എന്ത് ചെയ്യാം ഞങ്ങൾക്ക് മനസ്സിലായി. അത് വൃത്തിയായിട്ട് ചെയ്യാം, അത് ഭംഗിയായിട്ട് ചെയ്യാം, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ ശുശ്രൂഷകളിൽ എന്തുണ്ടാവും? ഒരു വളർച്ച ഉണ്ടാവും ദൈവമക്കളെ. ആ വളർച്ച സോളിഡ് ഗ്രോത്ത് ആയിരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്കങ്ങനെ ആത്മീയമായിട്ട് വളരുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് എന്നെപ്പറ്റി എന്തു പറയുന്നത് ആത്മാവിലൊന്ന് മനസ്സിലാകുവാനും കൃപ തട്ടി വചനത്താൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. കർത്താവ്